الحمد لله الحمد لله الواحد الأحد الذي لم يلد ولم يولد ولم يكن له كفوا أحد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي وأدركني مرادي يا رسول الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كان ذو عسرة فنظرة إلى ميسر وأن تصدقوا خير لكم إن كنتم تعلمون صدق الله العظيم يا معز أعزني بك دائما في حفظ عصمتك القديم مغنما انصر على أعدائنا يا ناصر اردد خديعة مكرهم يا قاهر സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറയായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇതിനേക്കാൾ ഖൈറായ നിലയിൽ അവൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെയും നാമുമായി ബന്ധമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ രഹസ്യ പരസ്യങ്ങളിൽ വന്നുപോയ എല്ലാ അപരാധങ്ങളും നാഥനായ റബ്ബ് അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു നൽകി മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നമുക്ക് താങ്ങായി തണലായി നമുക്ക് കൈപിടിച്ച, നമ്മെ സ്നേഹിച്ച, നമ്മോട് പുഞ്ചിരിച്ച പലരും ഇന്ന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് യാത്രയായവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം സ്വർഗ ജീവിതമാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഈ ദുനിയാവിൽ സ്ഥാപിതമായിരിക്കുന്ന മുഴുവൻ മസ്ജിദുകൾ, മദ്രസകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മസ്ജിദ് മദ്രസ ഉൾപ്പെടെയുള്ള അള്ളാഹുവിൻ്റെ സ്ഥാപനങ്ങൾ മുഴുവനും ഖിയാമത്ത് നാളുവരെ നല്ല നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മദ്രസയുടെ കീഴിൽ പുതുതായി തെക്കും ഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ബനാത്ത്, അല്ലാഹു തആല ആ സ്ഥാപനത്തിനെയും ഖിയാമത്ത് നാളുവരെ നിലനിർത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ പരിശ്രമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.
അതിൻ്റെ സഹായികൾ, അതിൻ്റെ സഹകാരികൾ, അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ ഖാദിമീങ്ങൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് നാൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആവേശമുള്ള ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി നൽകുമാറാകട്ടെ. അവരിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടമിടപാടുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടം നൽകുന്നതിന് ഇസ്ലാമികമായ മാനദണ്ഡങ്ങളെ പറ്റി നാം ചർച്ച ചെയ്യുകയുണ്ടായി. കടം നൽകുക എന്നത് എപ്രകാരമാണ് ഒരു പുണ്യപ്രവർത്തനമാകുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ നാം വിശദമായി ചർച്ച ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ശേഷി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കടം നൽകുക എന്നത് ഒരു പുണ്യപ്രവർത്തനമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കണക്കാക്കുമ്പോൾ ആ കടം നൽകിയതിനെ തിരിച്ചു വീടുക എന്നുള്ളത് അതിനേക്കാൾ വലിയതായ ഒരു അനിവാര്യതയായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന് ഉടൻ തന്നെ പഠിപ്പിക്കുന്നതായ മറ്റൊരു കാര്യമാണ്. കടം നൽകുക എന്നത് തൻ്റെ ഒരു സഹോദരന് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു ആവശ്യം വരുമ്പോൾ, ദുനിയവിയായ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവനക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ ശേഷിയുള്ളതായ തൻ്റെ സഹോദരനെ സമീപിക്കുകയും ആ ആവശ്യ പൂർത്തീകരണത്തിലേക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ കൊടുത്തുവിടുകയും ചെയ്യുമ്പോൾ ആ ആവശ്യം പൂർത്തിയാക്കിയതിന് ഉടനെ തന്നെ അവൻ്റെ അടുക്കൽ ആ സമ്പത്ത് തിരിച്ചു വരുന്നതായ അതേ സെക്കൻഡിൽ തന്നെ കടത്തെ തിരിച്ചു വീടുക എന്നുള്ളത് കടം വാങ്ങിയതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കടം വാങ്ങിയതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ നിർബന്ധമാകുന്നതായ ഒരു അനിവാര്യതയാണ്. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടം വാങ്ങിയതിനെ പറ്റിയും കടം തിരിച്ചു വീടുന്നതിനെ പറ്റിയും പഠിപ്പിക്കുന്നതായ ഏറ്റവും വലിയതായ ഒരു പാഠം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടത്തെ സംബന്ധിക്കുന്നതായ നിരവധി ഹദീസുകൾ പറഞ്ഞിരിക്കുന്നതായ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായ ഒരു ഹദീസുണ്ട്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിന് വേണ്ടി അങ്ങോട്ട് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് യാത്രയായപ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ ഒന്നിൽ എഴുതി വച്ചിരിക്കുന്നതായി കാണുകയാണ്, സ്വതക്ക നൽകുക എന്നത് 10 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നിരിക്കെ കടം നൽകുക എന്നുള്ളത് 18 ഇരട്ടി പ്രതിഫലമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയുണ്ടായെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതായ കാര്യമാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിൽ കടം നൽകുക എന്നുള്ളത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയധികം പുണ്യമായി കാണുന്നതായ ഒരു കാര്യമാണ് എന്നിരിക്കെ കടം വാങ്ങി ആ കടക്കാരൻ എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു ഞെരുക്കത്തിൽ പെട്ടുപോവുകയാണ് എങ്കിൽ, മനുഷ്യനാണ്, മനുഷ്യൻ്റെ സാഹചര്യങ്ങളാണ്, ഒരു മനുഷ്യൻ കടം വാങ്ങുകയും ആ കടം തിരിച്ചു വീടുവാൻ പറ്റാത്തതായതായ ഒരു ഞെരുക്കത്തിൽ ആ സഹോദരൻ പെട്ടുപോവുകയും ചെയ്യുകയാണ് എങ്കിൽ എങ്ങനെ കടം വാങ്ങിയതായ ഒരു മനുഷ്യനാണ് കടത്തെ നിശ്ചിതമായ അവധിക്ക് ഉള്ളിൽ തന്നെ തിരിച്ചു വീടണം എന്നതായ നല്ല ഉദ്ദേശത്തോടുകൂടി കടം വാങ്ങിയതായ ഒരു മനുഷ്യൻ അദ്ദേഹം തൻ്റെ ഞെരുക്കത്തിൽ അകപ്പെട്ടു പോവുകയാണ് എങ്കിൽ ആ മനുഷ്യനിക്ക് മനുഷ്യ സഹജമായി മനുഷ്യനെന്ന പരിഗണനയോടുകൂടി ഒരു മുഅ്മിനാണ്, മുസ്ലിമാണ്, അതിലുപരി ഒരു മനുഷ്യനാണ് എന്ന പരിഗണനയിലൂടെ ഒരു അവധി നിശ്ചയിച്ച് നീട്ടി നൽകുക എന്നുള്ളത് പ്രത്യേകം പുണ്യകരമായ കാര്യമായിട്ട് ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യൻ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മോട് അവധി പറഞ്ഞുകൊണ്ട് കടം വാങ്ങുകയുണ്ടായി. അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഞെരുക്കമായി ആ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന അവധിക്കുള്ളിൽ കടം തിരിച്ചു നൽകുവാൻ കഴിയാത്തതായ സാഹചര്യമാണ് എങ്കിൽ ആ ഒരു മാസത്തെ അവധിയെ ഒരാഴ്ച കൂടി അല്ലെങ്കിൽ ഒരു മാസം കൂടി എങ്ങനെയാണോ സൗകര്യം അത് പ്രകാരം നീട്ടി കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ നീട്ടി നൽകുന്നതായ ഓരോ ദിവസത്തിനും അവൻ നൽകിയ കടത്തിന് ഇരട്ടി സ്വതക്കയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായ മഹാപാഠമാണ്. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടം നൽകുന്നതിനെ പറ്റിയും കടം കൊടുക്കുന്നതിനെ പറ്റിയും കടം കൊടുത്തു വീടുന്നതിനെ പറ്റിയെല്ലാം പഠിപ്പിക്കുന്നതായ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കടം വാങ്ങിയതായ ഒരു വ്യക്തി
തിരിച്ചു കൊടുത്തു വീടുവാനുള്ള ഉദ്ദേശമില്ലാതെയാണ് വാങ്ങുന്നത് എങ്കിൽ നാം ഏവരും മുമ്പ് പറഞ്ഞു കേട്ടതുപോലെ തന്നെ വളരെയധികം പേടിക്കേണ്ടതായ ഒരു വസ്തുതയും കൂടിയാണ്. വളരെയധികം പേടിക്കേണ്ടതായ ഒരു വസ്തുതയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ചെയ്തു വെച്ചതായ മുഴുവൻ സൽക്കർമ്മങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുവാൻ ഈ തരത്തിലുള്ളതായ കടബാധ്യതകൾ കാരണമാകുന്നതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, നമ്മളുടെ ജീവിതത്തിൽ അനാവശ്യമായി ആഡംബരത്തിന് വേണ്ടി, എന്തെങ്കിലും പൊങ്ങച്ചത്തിന് വേണ്ടി ധാരാളമായി കടം വാങ്ങിക്കൂട്ടുകയും ആ കടബാധ്യതകൾ അവസാനിപ്പിക്കുവാൻ കഴിയാതെ ഒരുവനും മരണപ്പെടുകയും ചെയ്താൽ നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് തന്നെ, അവൻ്റെ ആ മയ്യത്ത് പടച്ചവനിലേക്ക് മടക്കുന്നതിന് മുമ്പ് തന്നെ ആ കടബാധ്യത അവൻ്റെ അനന്തരാവകാശികൾ ഏറ്റെടുത്തില്ല എങ്കിൽ അവൻ വലിയതായ ഒരു നാശത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഒരുവൻ കടക്കാരനായി മരിക്കുകയും അവൻ്റെ അനന്തരാവകാശികൾ ആ കടത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവൻ വളരെ വലിയതായ ഒരു നാശത്തിലേക്കാണ്. ആ ഖബറിൽ പലകയിട്ട് മണ്ണിട്ട് മൂടുന്നതോടുകൂടി അവൻ്റെ കാര്യം വളരെയധികം കഷ്ടത്തിലാകുമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആയതുകൊണ്ട് കടം വാങ്ങുക എന്നുള്ളത്, കടം കൊടുക്കുക എന്നുള്ളത് പുണ്യകരമാണ് എന്നിരിക്കവേ തന്നെ കടത്തെ തിരിച്ചു വീടുക എന്നുള്ളത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു കാരണം നമ്മളുടെ ഖബർ ജീവിതം, ഖബർ മുതൽ തുടങ്ങുന്ന നമ്മുടെ ബർസഖിയായ ജീവിതം ആകെയും കുഴപ്പത്തിലാകുവാൻ ഈ തരത്തിലുള്ള കടബാധ്യതകൾ കാരണമാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പറ്റി അപവാദങ്ങൾ പറയുക, അതുപോലെ തന്നെ എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കണ്ടുമുട്ടുക എന്നുള്ളതായ ഈ രണ്ട് വസ്തുതകൾ നമ്മളുടെ പരലോക ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് നമ്മെ ആകെയും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതായ കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്ക് പരിചയമുള്ളതായ സന്ദർഭമാണല്ലോ. നമ്മളുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിരിക്കവേ പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നമസ്കാരം നടത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അനന്തരാവകാശികൾ പറയുന്നത് നാം പലരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇത് എൻ്റെ ഉപ്പയുടെ മയ്യിത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ മയ്യിത്താണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മയ്യിത്താണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ ഉണ്ട് എങ്കിൽ അനന്തരാവകാശികളായ കുടുംബാദികളോട് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടുകയോ അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കി കൊടുക്കുകയോ എന്ന് ചോദിക്കുന്നതായ ഒരു ചോദ്യം വളരെ ഗൗരവമേറിയതായ ഒരു ചോദ്യം തന്നെയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇത്തരത്തിൽ കടബാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ട് മരിക്കുന്നതായ അല്ലെങ്കിൽ ഞെരുക്കക്കാരായി കടബാധ്യതകളിലായി സഞ്ചരിക്കുന്നവരായ മനുഷ്യനെ പറ്റി പറഞ്ഞു വെച്ചതായ ഒരു ആയത്താണ് ഇവിടത്തിൽ ആദ്യമായി ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനളിറത്തുൻ ഇലാ മൈസർ. ഏതെങ്കിലും ഒരു വ്യക്തി കടം വാങ്ങിക്കൊണ്ട് ഞെരുക്കക്കാരനായി പോയാൽ വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനളിറത്തുൻ ഇലാ മൈസർ, അവന് നിശ്ചിതമായ ഒരു അവധിയിലേക്ക് അവന് അവധി നീട്ടിക്കൊടുക്കണം. ഇനി അങ്ങനെയല്ല എങ്കിൽ വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അവന് ആ കടം വീടുന്നതിലേക്ക് അനിവാര്യമായതായ ഒരു സാഹചര്യവുമില്ല. അവൻ എന്തെങ്കിലും തരത്തിലുള്ളതായ മാറാരോഗത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ വലിയതായ കടബാധ്യതകൾ വന്നുകൊണ്ട് അവൻ്റെ ജീവിത കാലയളവിൽ അവനിക്ക് ആ കടം വീട്ടുവാനുള്ള സാധ്യതകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നതായ സാഹചര്യമാണ് എങ്കിൽ വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ആ കടത്തിനെ അങ്ങ് വിടുതി ചെയ്ത് കൊടുക്കുക. വഅൻ തസദ്ദഖൂ, നിങ്ങളതിനെ സ്വതക്കയായി കണക്കാക്കുക. ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരാണ് എങ്കിൽ ഇത്തരത്തിൽ വിടുതി നൽകുകയാണ് ഏറ്റവും ഉത്തമമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നതായ ഒരു കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ളതായ ഗൗരവമായ വിഷയങ്ങൾ നമുക്ക് മുൻപിൽ ഉണ്ടായിരിക്കെ കടം വാങ്ങുക എന്നുള്ളത് പറഞ്ഞുവല്ലോ ആദ്യമായി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ ഒരു അനിവാര്യതയാണ്, ഒരു സാഹചര്യമാണ്. പരമാവധി നമ്മളുടെ വരവുകൾ അറിഞ്ഞുകൊണ്ട് ചിലവഴിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ
കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുമെങ്കിൽ സഹോദരങ്ങളെ, ചുരുങ്ങിയതായ കാലയളവ് കൊണ്ട് ഏറ്റവും ചെയ്യാവുന്നതായ ഏറ്റവും വലിയ സൽക്കർമ്മം എന്നുള്ളത് യാതൊരു പടപ്പുകളുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ലാതെ പടപ്പിനെ കണ്ടുമുട്ടുവാൻ, പടച്ചവനെ കണ്ടുമുട്ടുവാൻ ഒരു പടപ്പിന് സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് അവന്റെ ചെറിയ കാല ജീവിതയളവ് കൊണ്ട് ചെയ്തു വയ്ക്കാവുന്നതായ ഏറ്റവും വലിയ നന്മ. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് ഇത്തരത്തിൽ കടബാധ്യതകൾ വരികയാണ് എങ്കിൽ ആ കട വാങ്ങുമ്പോൾ തന്നെ നല്ല നീയത്തോടു കൂടി നാം വാങ്ങിക്കേണ്ടതുണ്ട്. അവധി എത്തുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളതായ നല്ല ഒരു നീയത്തോടു കൂടിയാണ് വാങ്ങുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെതായ സഹായം ഈ കടം വാങ്ങിയതായ മനുഷ്യന്റെ മേലുണ്ടാകുമെന്നത് തീർച്ചയാണ്. മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പറ്റി പറയുന്നതായ ഒരു സംഭവമുണ്ട്. മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറിയ ചെറിയ കടങ്ങൾ ഇങ്ങനെ ജനങ്ങളിൽ നിന്നും വാങ്ങുന്നതായ ഒരു സ്വഭാവം മഹദി അവർക്കുണ്ടായിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് ഈ പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ജനങ്ങളോട് ചെറിയ ചെറിയതായ കടങ്ങൾ വാങ്ങുന്നതായ ഒരു സ്വഭാവം മഹദിക്കുണ്ടായിരുന്നു. അങ്ങനെ മഹദിയോട് അതിനെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കടം വാങ്ങുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ സഹായം കടം വാങ്ങുന്ന വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി എനിക്കറിയാം. ആ ഒരു അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെതായ ഒരു ഏറ്റെടുക്കൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ കടം വാങ്ങുന്നത്. എങ്ങനെയുള്ള കടം വാങ്ങലാണ്? കടം വാങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ അത് കൃത്യമായ അവധിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടി കടം വാങ്ങുന്നവർക്ക് അള്ളാഹുവിൻ്റെതായ സംരക്ഷണം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടം വാങ്ങുമ്പോൾ തന്നെ കൃത്യമായ ഒരു ലക്ഷ്യബോധം, കൃത്യമായ അവധിയിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതായ ഒരു വലിയതായ നിയ്യത്തോടു കൂടിയാണ് ഒരുവൻ കടം വാങ്ങുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അവൻ്റെ മേലും ഉണ്ടാകുമെന്നത് തീർച്ച തന്നെയാണ്. ആയതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഇത്തരത്തിൽ കടം വാങ്ങിക്കൊണ്ടിരുന്നത് കൃത്യമായ അളവിൽ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് മഹദിയുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ഇനി കടം വാങ്ങുക എന്നുള്ളത് ഇത്തരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടം വരുമ്പോൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായ ഞെരുക്കത്തിൻ്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ പലരും കടം വാങ്ങിപ്പോകും. ഇനി ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു വസ്തുതയുണ്ട്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ കൂട്ടുകച്ചവടം, അല്ലെങ്കിൽ രണ്ട് സംഘങ്ങൾ തമ്മിൽ ചേർന്ന് നടത്തുന്നതായ എന്തെങ്കിലും തരത്തിലുള്ളതായ കച്ചവട പ്രവർത്തനങ്ങൾ, കച്ചവട മേഖലകൾ നമുക്കറിയുമല്ലോ. ആ കച്ചവട മേഖലകൾ തമ്മിലുള്ളതായ ആ ഒരു കച്ചവടത്തിൻ്റെ ഇടപാടുകൾ ശരിയല്ല എങ്കിൽ ആ കച്ചവടം തന്നെ ആകെ കൂടി ഹറാബായി ആ രണ്ട് പേർ തമ്മിൽ, രണ്ട് സംഘങ്ങൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നതിന് ഈ രണ്ട് പേരുടെ ഇടപാടുകൾ അത് വലിയതായ ഒരു പങ്ക് വഹിക്കുന്നതാണ്. കച്ചവടത്തിൽ പൈസ കൈകാര്യം ചെയ്യുന്നവർ, ആ സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുന്നവർ എന്തെങ്കിലും തരത്തിലുള്ളതായ മോശത്തരങ്ങളിലൂടെ മറ്റവനെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായിട്ട് സാമ്പത്തികമായ ഉയർച്ചയുണ്ടാകണമെന്നോ ഉള്ളതായ ദുശ്ചിന്തയോടുകൂടിയാണ് ആ കച്ചവടം തുടങ്ങുന്നത് എങ്കിൽ യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട, ആ കച്ചവടത്തിലുള്ളതായ മുഴുവൻ ബറക്കത്തുകളും നഷ്ടമാവുകയും ആ കച്ചവടം പൂട്ടിക്കെട്ടുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണുകയും ചെയ്യാൻ പറ്റുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇവിടത്തിൽ ഓതി വെച്ചതായ ഹദീസിന്റെ ആശയമായിട്ട് മുഹദ്ദിസീങ്ങൾ നമുക്ക് വ്യക്തമാക്കി നൽകുന്നതായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് കൂട്ടുകച്ചവടം ചെയ്യുന്നവരാണ് എങ്കിൽ സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുന്നവർ പ്രത്യേകം തലയിൽ കൈവച്ച്, നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ടതായ ഒരു വസ്തുതയാണ് സഹോദരങ്ങളെ. വെറുതെയുള്ള നിസ്സാരമായ കളിയല്ല. സാമ്പത്തികമായ ഇടപാടുകൾ എന്നുള്ളത് ഒരിക്കലും നിസ്സാരമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ കാര്യമല്ല. ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചു കൊണ്ടുള്ളതായ ഒരു ചില്ലിക്കാശെങ്കിലും നമ്മളുടെ പോക്കറ്റിലേക്ക് വന്നു ചേരുകയാണ് എങ്കിൽ നാളെ മഹ്ശറിൽ പടച്ചവന്റെ മുന്നിൽ കൃത്യമായ മറുപടി പറയുവാൻ സാധ്യമല്ലാതെ നമ്മളുടെ കാൽ വെച്ച സ്ഥലത്ത് നിന്ന് അനക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയില്ല എന്നുള്ളതായ ഉത്തമമായ ബോധ്യത്തോടു കൂടി വേണം സാമ്പത്തികമായ ഇടപാടുകൾ നമ്മൾ ചെയ്യുവാൻ. സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ, നമ്മളുടെ വിരലുകളിൽ നമ്മൾ ധരിക്കുന്നതായ ഈ തരത്തിലുള്ളതായ മോതിരങ്ങൾ ധരിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണുങ്ങൾക്ക് ധരിക്കൽ അനുവദനീയമെന്ന് പഠിപ്പിച്ചതായ ഒരു ആഭരണമാണ് മോതിരം, വെള്ളിയുടെ മോതിരം.
ഈ മോതിരത്തെപ്പറ്റി പണ്ഡിതന്മാർ പറഞ്ഞു നൽകുന്നത്, നാം നമ്മുടെ സുഹൃത്തിൻ്റെ പക്കൽ നല്ല ഒരു മോതിരം കാണുകയാണ് എങ്കിൽ ആ മോതിരത്തെ നാം സ്വാഭാവികമായി ഊരി മേടിച്ച് നമ്മൾ ഇട്ടു നോക്കാറുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ഈ ധരിച്ചിരിക്കുന്ന മോതിരം ഊരി ഇട്ടു നോക്കാറുണ്ട്. അതുപോലെ ഞാനും ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ധരിച്ചിരിക്കുന്ന മോതിരം അത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനും മേടിച്ച് ഇട്ടു നോക്കാറുണ്ട്. മനുഷ്യ സഹജമായി നാം എല്ലാവരും ചെയ്യുന്ന വളരെ സാധാരണമായ ഒരു വസ്തുതയാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ മോതിരത്തിൻ്റെ വിഷയത്തെപ്പറ്റി കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ആ മോതിരത്തിൻ്റെ വിഷയത്തിൽ വളരെ വലിയതായ ഒരു പാപമുണ്ട്. ഒരു മനുഷ്യൻ അവൻ വളരെ ഇഷ്ടപ്പെട്ട് ധരിച്ചിരിക്കുന്നതായ ഒരു മോതിരം അവൻ്റെ സമ്മതമില്ലാതെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ തന്നേക്കാം. അവൻ്റെ മനസ്സിൻ്റെ തൃപ്തിയില്ലാതെയാണ് മറ്റൊരു സ്നേഹിതൻ അത് കൈക്കലാക്കുന്നത് എങ്കിൽ അവൻ നരകത്തിൻ്റെ മോതിരമാണ് ധരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു നൽകുന്നതായ ഒരു പാഠമുണ്ട്. അതുകൊണ്ട് ഏതൊരു വസ്തുവായിക്കൊള്ളട്ടെ, അന്യൻ്റെതായ ഏതൊരു വസ്തുവായിക്കൊള്ളട്ടെ, നാം ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ ഉമ്മമാർ പറഞ്ഞു പഠിപ്പിക്കുന്നതായ പാഠമുണ്ടല്ലോ, ഒരു മൊട്ടുസൂചിയെങ്കിലും അന്യൻ്റെതായതായ ഒരു മുതൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ ഉത്തരവാദിത്തോടെയും ബോധത്തോടെയും കൈകാര്യം ചെയ്തില്ല എങ്കിൽ സഹോദരങ്ങളെ, പടച്ചവൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്നത് ഒരു വസ്തുത തന്നെയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞു വന്നതായ വിഷയം അതല്ല, കടമിടപാടുകളെ സംബന്ധിച്ചുള്ളതായ ഒരു വിഷയമാണ്. അങ്ങനെ കൃത്യമായ അവധി പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ കടം വാങ്ങുകയും അതിനെ കൃത്യമായി കൊടുത്തു വിടുവാനുള്ള ഉദ്ദേശമില്ലാതിരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവൻ ആ നടത്തുന്നതായ ഇടപാട് വിശ്വാസവഞ്ചനയാണ്. ഞാൻ ഒരു മാസത്തിനുള്ളിൽ പൈസ തിരിച്ചു നൽകാം എന്നുള്ളതായ ഒരു ബോധ്യത്തോടു കൂടി കടം കൊടുക്കുകയും ആ ഒരു മാസം കഴിഞ്ഞിട്ട് അവനിക്ക് കഴിവുണ്ടായിരിക്കെ തന്നെ ആ കടത്തെ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കാതെ അവനിങ്ങനെ കള്ളക്കളികൾ നടത്തിക്കൊണ്ട് മാറി മാറി പോവുകയാണ് എങ്കിൽ അവനെ മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു മനുഷ്യനിക്ക് കടം നൽകുമ്പോൾ അത് ഞാൻ വിശ്വസിച്ച് നൽകുന്നതായ ഒരു അമാനത്താണ്. ഒരു 10,000 രൂപ ഒരു സഹോദരന് നൽകുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു നൽകും എന്നുള്ളതായ ഒരു വിശ്വാസത്തോടു കൂടി നൽകുന്നതായ ഒരു സൂക്ഷിപ്പ് സ്വത്താണ്, ഒരു അമാനത്താണ്. ആ അമാനത്തിൽ വഞ്ചന കാണിക്കുന്നവൻ മുനാഫിക്കിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടുത്തു എണ്ണി പറഞ്ഞതായ ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ കടം മേടിക്കേണ്ടി വരുന്നതായ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കാർക്കും പടച്ചവൻ നൽകാതിരിക്കട്ടെ, ആമീൻ. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പറഞ്ഞതായ നല്ല നീയത്തോടു കൂടി കടം വാങ്ങുക. നമ്മളുടെ സഹോദരനിൽ നിന്നും കടം സ്വീകരിക്കുമ്പോൾ ഈ പറഞ്ഞതായ കാലയളവിനുള്ളിൽ തിരിച്ചു നൽകാമെന്നുള്ള നിഷ്കളങ്കമായ മനസ്സോടുകൂടി കടം വാങ്ങുക. ഈ പറഞ്ഞതായ അവധിക്ക് മുന്നേ തിരിച്ചടയ്ക്കുവാനുള്ള പരിശ്രമങ്ങൾ സ്വന്തമായി നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളതായ ഒരു സംഭവം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്. നമ്മളുടെ മുൻകഴിഞ്ഞു പോയ സമൂഹമായ ബനു ഇസ്രായേലികളിൽപ്പെട്ടതായ 2 സുഹൃത്തുക്കൾ, ആ 2 സുഹൃത്തുക്കൾ അവരിൽ ഒരാളിന് ധനത്തിൻ്റെ ആവശ്യം വരികയും അതിൽ സമ്പന്നനായ ഒരു തൻ്റെ കൂട്ടുകാരനോട് 1000 ദിനാർ കടം ചോദിക്കുകയും ചെയ്തു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നതായ ചരിത്രമാണ്. അങ്ങനെ കടൽക്കരയിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ കരാറ് ചെയ്യുന്നത്. 1000 ദിനാർ കടമായി നൽകുകയും കൃത്യമായ അവധിക്ക് ശേഷം ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൈകൊടുത്ത് പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിലുള്ളതായ ഒരു കടം വാങ്ങിയതായ ആവശ്യക്കാരൻ തൻ്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടൽ കടന്നുകൊണ്ട് വിജനമായ ഒരു ദ്വീപിലേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ പറഞ്ഞതായ അവധിക്ക് ശേഷം ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു മാർഗവും ഉണ്ടായില്ല. കടം വാങ്ങുന്നതായ സന്ദർഭത്തിൽ ഈ കൊടുത്തതായ സുഹൃത്ത് ചോദിക്കുന്നു, ആരാണ് സാക്ഷി? ഈ കടം നൽകുന്നതിന് നിന്റെ സാക്ഷി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ കടം വാങ്ങുന്നതായ നിഷ്കളങ്കനായ ഈ മനുഷ്യൻ പറയുകയാണ്, സാക്ഷിയായിട്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണുള്ളത്. അങ്ങനെ അത് സമ്മതിച്ചു. അങ്ങനെ കടം കൊടുക്കുന്നവൻ വീണ്ടും ചോദിച്ചു, ആരാണ് നിന്റെ ജാമ്യക്കാരൻ? അപ്പോഴും ഈ കടം വാങ്ങിയതായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ ജാമ്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടപാട് കൊടുത്ത് കൈ കൊടുത്ത് പിരിഞ്ഞതായ സ്നേഹിതൻ ഒരു ദ്വീപിലേക്ക് പോവുകയും നിശ്ചിതമായ അവധിക്ക് ഉള്ളിൽ തിരിച്ചു മടങ്ങി വരാൻ പറ്റാതെയാവുകയും ചെയ്തതായ ഒരു സന്ദർഭത്തിൽ ഒരു വൈകുന്നേരത്തിൽ ഇദ്ദേഹം കടപ്പുറത്തിലേക്ക് ഈ 1000 ദിനാർ സ്വരുക്കൂട്ടിക്കൊണ്ട് തൻ്റെ സ്നേഹിതനെ കാണുവാൻ വേണ്ടി യാത്രയാകുവാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ളതായ യാത്രാ മാർഗങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്നില്ല. യാതൊരു തരത്തിലുള്ള കപ്പലുകളോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളോ ഒന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ കാണാതായപ്പോൾ
ഒരു മരത്തടി ഇദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും ആ മരത്തടിയിൽ ഒരു ദ്വാരമുണ്ടാക്കിക്കൊണ്ട് 1000 ദിനാറിനെ അതിലേക്ക് കടത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവേ, എൻ്റെ സഹോദരൻ, എൻ്റെ സ്നേഹിതൻ ഇന്നാലിന്ന കടപ്പുറത്ത് എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നിന്നെ സാക്ഷിയാക്കി, നിന്നെ ജാമ്യക്കാരനാക്കി ഞാൻ അവനിൽ നിന്നും വാങ്ങിയ ദിനാറ് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തടിയിലേക്ക് വെക്കുകയും ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ കടലിലേക്ക് എറിയുകയും അങ്ങനെ ആ മരത്തടി ഒഴുകി മറുകരയിൽ ഈ സ്നേഹിതൻ്റെ പക്കൽ വന്ന് ചേരുകയും ചെയ്യുകയാണ്. യാതൊരു വിധത്തിലുള്ളതായ ഒരു മുൻവിധികളുമില്ലാതെ തൻ്റെ സഹോദരൻ ഈ പറഞ്ഞതായ കാലയളവ് കഴിഞ്ഞ് തിരിച്ചു വരുമെന്നതായ ഒരു ലക്ഷ്യത്തോടു കൂടി, ഒരു ബോധത്തോടു കൂടി ഇദ്ദേഹം കടൽക്കരയിൽ നിൽക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള കപ്പലുകളോ അല്ലെങ്കിൽ യാത്രക്കാരെയോ ആരെയും കാണുന്നില്ല. അങ്ങനെ അദ്ദേഹം നിരാശനായി തിരിച്ചു പോകുവാനായി നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ഒരു മരത്തടി കടലിലേക്ക് വന്നടിയുകയാണ്. അങ്ങനെ ഇദ്ദേഹം വിചാരിക്കുകയാണ്, ഈ വിറകിനെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി തൻ്റെ പാചകത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കുടുംബത്തെ ഏൽപ്പിക്കാം എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി ഈ സഹോദരൻ ഈ തടിക്കഷ്ണത്തെ എടുത്തു കൊണ്ടുപോവുകയും വീട്ടിൽ വന്നുകൊണ്ട് മുറിച്ചു നോക്കുകയും ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഒരു എഴുത്തും 1000 ദിനാറും അതിൽ വെച്ചതായ നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ ആ എഴുത്ത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, അവധി കഴിഞ്ഞതായ സമ്പത്തിനെ തൻ്റെ സഹോദരൻ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് എനിക്ക് എത്തിച്ചതാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അദ്ദേഹം അങ്ങനെ ആ പൈസയെ എടുക്കുകയും വളരെയധികം സന്തോഷവാനായിരിക്കുകയും ചെയ്യുന്നതായ സമയത്ത് കാലങ്ങൾ കഴിഞ്ഞു. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഈ സ്നേഹിതൻ കടൽപ്പുറത്ത് നിന്നും, ഈ ദ്വീപിൽ നിന്നും തൻ്റെ സ്നേഹിതനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി വന്ന് കാണുകയും 1000 ദിനാർ ഇത് കിട്ടിയോ എന്നുള്ളതായ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ 1000 ദിനാറിൻ്റെ ഒരു കിഴിയുമായിട്ട് വന്നുകൊണ്ട് ഈ സഹോദരനെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ അള്ളാഹുവിനെ സാക്ഷിയാക്കി ഏൽപ്പിച്ചതായ ആ അമാനത്ത് പടച്ചവൻ തന്നെ എനിക്ക് നൽകുകയുണ്ടായി സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് ആ കടം തിരിച്ചു നൽകിയതായ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. ഈ കഥ, ഈ ഒരു ചരിത്രം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തതായ ഒരു ചരിത്രമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഇദ്ദേഹത്തെ ഏൽപ്പിക്കുവാനുള്ളതായ കാരണവും പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ലതായ നിയ്യത്തോടുകൂടി, തെളിഞ്ഞതായ മനസ്സോടുകൂടി, തെളിഞ്ഞതായ ഉദ്ദേശത്തോടുകൂടി ഈ ഒരു കടബാധ്യതയെ മറ്റവൻ ഏറ്റെടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തിക്കൊണ്ട് അതിനെ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കാത്തതായ നിലയിൽ കൂടി ആ കടം വീടുന്നതിനുള്ള സകല സാഹചര്യങ്ങളും പടച്ചവൻ ഒരുക്കി കൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ചരിത്രത്തിലൂടെ ലോകത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് പഠിപ്പിച്ചു നൽകുകയാണ്. ആയതുകൊണ്ട് സഹോദരങ്ങളെ, കടം വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ സമൂഹമായി ജീവിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയതായ ഒരു കാര്യമല്ല. കടം വാങ്ങുക എന്നുള്ളതും കടം കൊടുക്കുക എന്നുള്ളതും ഒരു തരത്തിലുള്ളതായ നാണക്കേടും വിചാരിക്കേണ്ടതായ കാര്യമല്ല. പക്ഷെ മറിച്ച് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ സാമ്പത്തികമായ എന്ത് ഇടപാടുകൾ നടത്തുമ്പോഴും തെളിഞ്ഞതായ മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തേണ്ടത് എന്നതായ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കടമിടപാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതായ പോയിന്റുകൾ, സ്വതക്കയേക്കാൾ വലുതാണ് കടം നൽകുന്നതായ സമ്പത്ത് എന്ന് പറഞ്ഞത്. 2 മനുഷ്യന്മാർ തമ്മിലുള്ളതായ വിശ്വാസം, ആ വിശ്വാസത്തെ മുൻനിർത്തി നൽകുന്നതായ ഒരു ധർമ്മമാണ് കടമെന്നുള്ളത്. സ്വതക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വാസത്തിന് അവിടത്തിൽ സാധ്യതയില്ല. സ്വതക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരു സഹോദരൻ നൽകുന്നതാണ് സ്വതക്ക. എന്നാൽ കടം അങ്ങനെയല്ല. കടം എന്ന് പറയുന്നത് അവൻ എനിക്കുള്ളതായ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരുവൻ മറ്റവനിക്ക് ഒരു കടം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കടം നൽകുന്നത് എന്നത് സ്വതക്കയേക്കാൾ മഹത്തരമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മെ നശിപ്പിച്ച് കളയുന്നതായ കടബാധ്യതകളിൽ നിന്നും നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള കടബാധ്യതകൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എത്രയും വേഗത്തിൽ തന്നെ കൊടുത്ത് സലാമത്താകുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ളതായ എല്ലാ ബാധ്യതകളിൽ നിന്നും നമ്മെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം ഏവരും അറിഞ്ഞതുപോലെ തന്നെ മേപ്പാടിയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമെല്ലാം ഉരുൾപൊട്ടലുണ്ടാവുകയും വളരെയധികം ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതായ സന്ദർഭങ്ങൾ നാം ആരും മറന്നിട്ടുണ്ടാവുകയില്ല. അവർ നേരിട്ടതിനേക്കാൾ വലിയതായ ദുരന്തത്തിനാണ്
രാഷ്ട്രീയമായ ദുരന്തത്തിനാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ദുരന്തങ്ങൾ അനുഭവിച്ചവരുടെ ദുരന്തങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല, മറിച്ച് രാഷ്ട്രീയക്കാരുടെ ദുരന്തങ്ങൾക്ക് കൂടി അവർ പാത്രീഭൂതരായിക്കൊണ്ടിരിക്കുന്നതായ അവസ്ഥ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ടതായ പാർപ്പിടങ്ങളും അവർക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളുമെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള സങ്കീർണതകളുടെ പേരിൽ പറഞ്ഞുകൊണ്ട് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞവരാണ്. സഹോദരങ്ങളെ, ആ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളിലൊന്നും, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വിഘാതം സംഭവിക്കുന്ന ഒരു എഴുത്തോ കുത്തോ കമൻറ്റോ പോലും നമ്മളുടെ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും സമാശ്വാസം നൽകുമാറാകട്ടെ. പാർപ്പിടം നഷ്ടമായവർക്ക് നല്ല മികച്ച പാർപ്പിടം ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലേക്കുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ തുറന്നു നൽകുമാറാകട്ടെ.